ഹലോ ഹാപ്പി ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ഫേസ് പാക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് പാക്കാണ്. ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് ശരിക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇത് കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. 100% നാച്ചുറലാണ്. നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം മതി. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നെ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പൈസ ചിലവാക്കാൻ മടിയുള്ളവർക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. കാരണം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെ മാത്രം മതിയല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ നമ്മൾ വീക്ക്ലി 2 തവണയെങ്കിലും ഇത് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഫസ്റ്റായിട്ട് ഞാൻ എടുത്തേക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. 1 സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അരിപ്പൊടിയുടെ യൂസേജ് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമായിരിക്കും. സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് വേണ്ടത് 1 പീസ് ബീട്രൂട്ടും ഉരുളക്കിഴങ്ങുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി ഒരുപാട് വെക്കേണ്ട കാര്യമില്ല. ഒറ്റ തവണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് കല്ലിലിട്ട് ഇടിച്ച് നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കല്ലെടുക്കുമ്പോൾ സൂക്ഷിക്കണം. സാധാരണ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നന്നായിട്ട് കഴുകി എടുത്തിട്ട് മാത്രം നമ്മൾ ഇങ്ങനെ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാവൂ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞ് ജ്യൂസ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഈ കൊന്തൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഇത് ശരിക്കും ഞാൻ യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 വീക്കെങ്കിലും യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരാഴ്ചയിൽ 2 വട്ടം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സ്കിന്ന് നല്ലതായിട്ട് ഗ്ലോ ആവും. പിന്നെ ബീട്രൂട്ടിനൊക്കെ ആണെങ്കിലും നന്നായിട്ട് വൈറ്റമിൻ സിയുടെ കണ്ടൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആക്കാനും പിന്നെ ഡാർക്ക് സ്പോട്ടൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ തൈരാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. തൈരും ബീട്രൂട്ടും നല്ലൊരു ബെറ്റർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് ഡയറക്റ്റ് ഫേസിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫേസിൽ ഇടുമ്പോൾ അത് ഇളകി പോകാത്ത രീതിക്ക് വേണം നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫേസിൽ എന്ത് പാക്ക് എടുപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ താഴ്ന്ന് മേലോട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഫേസിനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുകയും അതുപോലെ തന്നെ മോയ്സ്ചർ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് അരിപ്പൊടി എന്ന് പറയുന്നത്. ഇത് നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാണ്ട് തന്നെ വീട്ടിൽ നിന്ന് കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഡെയിലി സ്ക്രബ് ചെയ്യാനൊക്കെ അരിപ്പൊടി യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ സ്കിന്ന് സോഫ്റ്റ് ആവാൻ അരിപ്പൊടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഇച്ചിങ്ങോ ഇറിറ്റേഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അരിപ്പൊടി വെച്ച് സ്ക്രബ് ചെയ്യുകയോ ഇങ്ങനെ അരിപ്പൊടി കൊണ്ടുള്ള പാക്കൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ബീട്രൂട്ടും ഒരുപാട് ബെനിഫിറ്റ്സ് ബീട്രൂട്ടിൽ നിന്ന് നമുക്ക് കിട്ടും. സൺടാനൊക്കെ റിമൂവ് ചെയ്യാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഒക്കെ ബീട്രൂട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ബീട്രൂട്ടും കേർഡും കൂടെ ഉള്ള ആ ഒരു പാക്ക് നമ്മുടെ പിമ്പിൾസ് മാറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഏതൊരു പാക്ക് യൂസ് ചെയ്താലും ഒരു 20 മിനിറ്റ്സ് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ. വാഷ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നമ്മൾ ഫേസിലിട്ട് അമർത്താണ്ട് ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊരു നാച്ചുറൽ ഫേസ് പാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ബേസിൽ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഡെയിലി പൊട്ടറ്റോൻ്റെ പൾപ്പൊക്കെ യൂസ് ചെയ്യുന്നത് സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പൊട്ടറ്റോയിൽ ഒരുപാട് വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനടിയിൽ വരുന്ന ആ ഒരു ഡാർക്ക്നെസ് അതുപോലെ തന്നെ റിങ്കിൾസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പൊട്ടറ്റോ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നല്ല നീറ്റായിട്ടുള്ളൊരു ടവൽ യൂസ് ചെയ്തിട്ട് വേണം ഫേസിലെ ആ ഒരു വാട്ടറൊക്കെ മാറ്റാൻ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. നല്ലൊരു ചേഞ്ചില്ലേ, ഫേസ് നന്നായിട്ടൊന്ന് ഗ്ലോ ആയിട്ടുണ്ട്. ഫേസിലുണ്ടായിരുന്ന ആ ഡേർട്ട്സും കാര്യങ്ങളും ഒക്കെ മാറി. അപ്പം നമ്മൾ ഏത് പാക്കാണെങ്കിലും കണ്ടിന്യൂസ് നമ്മളൊരു 2 മാസമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഇത് ശരിക്കും ഞാൻ യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിനാണെങ്കിൽ നമുക്ക് വലിയ ചിലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.